പ്രൈസ് ദി ലോർഡ്. ഈശോ മിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ. എല്ലാ ഞായറാഴ്ചയും കെട്ടിയൊരുക്കും പള്ളിയിൽ പോകുന്നത്. ഒരു ദിവസം റെസ്റ്റ് എടുക്കാൻ കിട്ടിയ ദിവസമല്ല, അന്ന് വീട്ടിൽ കിടന്ന് ഉറങ്ങിയാൽ പോരെ. നമ്മളിതിനെ എല്ലാ ദിവസം പ്രാർത്ഥിക്കുന്നത്, നമുക്ക് ആവശ്യമുള്ളപ്പോൾ പ്രാർത്ഥിച്ചാൽ പോരെ. ഇങ്ങനെയൊക്കെ കരുതിയിരുന്ന ഒരാളായിരുന്നു ഞാനും കേട്ടോ. പക്ഷേ 10ാം ക്ലാസ്സിൽ വെച്ച് ഒരു കൺവെൻഷന് പോയി, ബൈബിൾ കൺവെൻഷൻ. ചെത്തിപ്പുഴയിൽ ഫാദർ ഡൊമിനിക് വാളമിനയിലാണ് കൺവെൻഷൻ നയിച്ചിരുന്നത്. അന്നേ വരെ ജീവിച്ചു പോകുന്നൊരു വ്യക്തി ആയിരുന്നില്ല കൺവെൻഷൻ കഴിഞ്ഞ ആ സെക്കൻഡ് മുതൽ. കാരണം റോമർ 10:17 വചനം പറയുന്നുണ്ട്, വിശ്വാസം, ഫെയ്ത്ത്, ദ ട്രൂ ഫെയ്ത്ത്, വിശ്വാസം അത് കേൾവിയിൽ നിന്നുണ്ടാകുന്നത്, കേൾവി യേശു ക്രിസ്തുവിൻ്റെ സുവിശേഷ പ്രഘോഷണത്തിലൂടെയാണ്. അന്ന് ആ കൺവെൻഷന് വെച്ച് പരിശുദ്ധാത്മാവിൻ്റെ ഇടപെടൽ എനിക്കുണ്ടായി. ആ കൺവെൻഷനിൽ കേട്ട വചനങ്ങൾ എന്നെ സ്പർശിച്ചു, എൻ്റെ ഹൃദയത്തെ ട്രാൻസ്ഫോം ചെയ്തു. അന്ന് നടത്തിയ ആരാധന എനിക്ക് ഇപ്പോഴും ഓർമ്മയുണ്ട്. ലൈക്ക് എങ്ങനെയെങ്കിലും ഇതൊന്ന് കഴിഞ്ഞിട്ട് വീട്ടിൽ പോയി എടുത്ത ക്ലാഷ് ഓഫ് ക്ലാൻസ് കളിക്കണമെന്ന് വെച്ചിരുന്ന ആളായിരുന്നു ഞാൻ. അന്നത്തെ ദിവസത്തെ കൺവെൻഷൻ പോകാനൊരു താല്പര്യമില്ലായിരുന്നു. പിന്നെ എൻ്റെ അങ്കിളും അമ്മ എല്ലാവരും നിർബന്ധിച്ചുകൊണ്ട് ഞങ്ങളങ്ങ് പോയി. അന്നത്തെ ദിവസത്തെ പല കാര്യങ്ങളും തെറ്റാണ്, പാപമാണ്, ഇങ്ങനെ പോയാൽ നാശത്തിലോട്ട് പോയി അവസാനിക്കുമെന്ന് ബോധ്യം എൻ്റെ ഹൃദയത്തിൽ നിന്ന് ഒരു പാപബോധം വന്നു. പ്രാർത്ഥനയുടെ ആവശ്യകത മനസ്സിലായി, പരിശുദ്ധാത്മാവിൻ്റെ കൃപയുടെ ശക്തി മനസ്സിലായി, ദൈവവചനത്തിൻ്റെ കൃപയും വചനത്തിൻ്റെ സത്യവും എനിക്ക് കർത്താവ് വെളിപ്പെടുത്താൻ തുടങ്ങി. പിന്നീടുള്ള ജീവിതങ്ങളിൽ പല ഘട്ടങ്ങളിൽ പല വിധത്തിൽ കർത്താവിൻ്റെ വചനം ജീവിക്കുന്ന സത്യമാണെന്ന് കർത്താവ് വചനത്തിലൂടെയും അത്ഭുതങ്ങളിലൂടെയും അടയാളങ്ങളിലൂടെ എല്ലാം കർത്താവ് വെളിപ്പെടുത്താൻ തുടങ്ങി. അപ്പോസ്തല പ്രവർത്തനം 4:12 വാക്യം, ആകാശത്തിന് കീഴെ മനുഷ്യൻ്റെ രക്ഷയ്ക്കായി മറ്റൊരു നാമവും നൽകപ്പെട്ടിട്ടില്ല, കർത്താവ് യേശു ക്രിസ്തുവിൻ്റെ നാമമല്ല. എല്ലാവരിലും ഈശോയുടെ ആത്മാവിനെ ചൊരിയട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. ഈശോയുടെ സമാധാനം എല്ലാവരോടൊപ്പം ഉണ്ടായിരിക്കട്ടെ. ആമേൻ.